NCP ലയനത്തിൽ ആശങ്കയിൽ ഇന്ത്യ സഖ്യം. ശരത് പവാർ സഖ്യം വിടുന്നത് വലിയ തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. മഹാരാഷ്ട്രയിലും പ്രതിപക്ഷ നിരയ്ക്ക് വൻ തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസിന്റെ നിരീക്ഷണം. അതേസമയം പവാർ കുടുംബം ഒന്നിക്കാൻ തീരുമാനിച്ചാൽ ഒന്നും ചെയ്യാനില്ല എന്നതാണ് കോൺഗ്രസിന്റെ നിലപാട്. ഇന്ന് ചേരുന്ന NCP നിയമസഭാ കക്ഷി യോഗത്തിൽ സുനേത്ര പവാറിനെ കക്ഷി നേതാവായി തിരഞ്ഞെടുക്കും. മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി വൈകിട്ട് ചുമതലയേൽക്കും. നോബൽ മാരിക്കാരനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. നോബൽ മാരിക്കാരൻ, അവശേഷിക്കുന്ന പവാർ ഗ്രൂപ്പും ശരത് പവാർ ഗ്രൂപ്പും മറുഭാഗത്തേക്ക് പോകുന്നു. കുടുംബം ഒന്നിക്കാനൊരു തീരുമാനമെടുത്താൽ ആർക്ക് തടയാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തിന്റെ നില വല്ലാത്ത പരിങ്ങലിലാവുകയാണ് അല്ലേ നോബൽ? അരുൺ, തീർച്ചയായും ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിനും മഹാരാഷ്ട്രയിൽ മഹാവികാസ് അഘാഡിക്കും വലിയ തിരിച്ചടി ഉണ്ടാകുന്ന തീരുമാനമായിരിക്കും ഒരുപക്ഷെ അജിത് പവാറിന്റെ NCPയിൽ ലയിക്കാൻ ശരത് പവാറിന്റെ തീരുമാനം എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഇതിനോടകം തന്നെ ഇന്ത്യ പാർട്ടികൾക്കിടയിൽ അത് വലിയ ആശങ്ക ഉണ്ട് താനും. കാരണം പാർലമെന്റിൽ അടക്കം 8 MP ഉണ്ട് ശരത് പവാറിന്. ഈ MP ഒപ്പം നിർത്തിയാണ് പാർലമെന്റ് വലിയ പോരാട്ടം നടത്തുന്നത്. സ്വാഭാവികമായും നേരത്തെ നിതീഷ് കുമാർ ഇന്ത്യ സഖ്യം വിട്ട് പുറത്തു പോയത് വലിയ തിരിച്ചടിയായിരുന്നു. ഏറ്റവും തലയെടുപ്പുള്ള മറ്റൊരു നേതാവാണ് ശരത് പവാർ എന്ന കാര്യത്തിൽ സംശയമില്ല. ശരത് പവാർ കൂടി സഖ്യം വിട്ട് പോവുകയാണെങ്കിൽ അത് ഇന്ത്യ സഖ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നത് വ്യക്തമാണ്. നേരത്തെ സീതാറാം യെച്ചൂരിയെ പോലെ കരുത്തനായ നേതാവ് ഉണ്ടായിരുന്നു. ആ വിടവ് നികത്തിക്കൊണ്ടിരുന്ന ഒരു പക്ഷേ ശരത് പവാർ ആയിരുന്നു എന്നാണ് യാഥാർത്ഥ്യം. ശരത് പവാർ കൂടി സഖ്യം വിട്ട് പോവുകയാണെങ്കിൽ അത് ഒരു തരത്തിലും ഇതിന്റെ സഖ്യത്തിന് മുന്നോട്ട് പോക്കിന് ഗുണം ചെയ്യില്ല എന്ന് കൃത്യമായി തന്നെ കോൺഗ്രസിനും അറിയാം. പക്ഷേ എന്ത് ചെയ്യാൻ കോൺഗ്രസിന് കഴിയും എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം പവാർ കുടുംബം ഒന്നിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ ഇല്ല എന്നാണ് ദില്ലിയിൽ പല കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കളും വ്യക്തമാക്കുകയും ചെയ്തത്. നിസ്സഹായ അവസ്ഥയിലാണ് കോൺഗ്രസ് എന്ന് വേണം നമുക്ക് വിലയിരുത്തുവാനും. അതേസമയം മഹാരാഷ്ട്രയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ NCP കൂടുതൽ അവരുടെ കരുത്ത് തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നീക്കങ്ങൾ ആരംഭിക്കുകയാണ്. സുനേത്ര പവാർ ഇന്നിപ്പോൾ ഉപമുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്ത് 2 മണിക്കാണ് നിയമസഭാ കക്ഷിയോഗം വിളിച്ചിരിക്കുന്നത്. അതിൽ സുനേത്രയെ കക്ഷി നേതാവെ തെരഞ്ഞെടുക്കുകയും അതിനുശേഷം വൈകിട്ട് 5 മണിയോടെ സത്യപ്രതിജ്ഞ ഉണ്ടാവുകയും ചെയ്യും എന്നാണ് ഇപ്പോൾ നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. BJP ശക്തമായ പിന്തുണ നൽകിക്കൊണ്ട് അജിത് പവാർ പക്ഷത്തിനൊപ്പം ഉണ്ട് എന്നത് നമ്മൾ എടുത്തു പറയണം. ദേവേന്ദ്ര ഫട്നാവിസ് അടക്കം വ്യക്തമാക്കുന്നത് എന്ത് തീരുമാനം NCP എടുത്താലും അതിന് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ട് BJP ഒപ്പം ഉണ്ടാകും എന്നതാണ്. BJP ദേശീയ നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ആശയവിനിമയങ്ങൾ നടത്തുന്നുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു. എന്താണെങ്കിലും വലിയ രാഷ്ട്രീയ നീക്കങ്ങളാണ് മഹാരാഷ്ട്രയിൽ ഉണ്ടാകാൻ പോകുന്നത്. സ്വാഭാവികമായും ശരത് പവാർ കൂടി ഈ പക്ഷത്തിന് NDA പക്ഷത്തേക്ക് എത്തുകയാണെങ്കിൽ അത് കേന്ദ്ര സർക്കാരിന്റെ ലോക്സഭയിൽ ഒരു ശക്തിയാണ്. അതോടൊപ്പം തന്നെ രാജ്യസഭയിൽ ശക്തിയാണ്. അത് മാത്രമല്ല മഹാരാഷ്ട്രയിൽ പ്രതിപക്ഷത്തെ പൂർണ്ണമായും ശിഥിലമാക്കാൻ ഇതുവഴി കഴിയും എന്നുകൂടി BJPക്ക് രാഷ്ട്രീയ നേട്ടമായി എടുത്തു പറയേണ്ടിയും വരും. അരുൺ, താങ്ക് യു. നോബൽ മാരിക്കാരനാണ് നമുക്കൊപ്പം ചേർന്നത് ഡൽഹിയിൽ നിന്നും. താങ്ക് യു നോബൽ. അപ്പോൾ ചുരുക്കത്തിൽ വലിയ കഷ്ടമാണ്. NCP ഒരുമിച്ചാവാൻ പോകുന്നു. ശരത് പവാറിന്റെ അവശേഷിക്കുന്ന ആൾക്കാർ കൂടി അജിത് പവാറിന്റെ പക്ഷത്തേക്ക് മാറുകയാണ്. അജിത് പവാർ ഇല്ലാതായെങ്കിലും അജിത് പവാറിന്റെ മോഹമായിരുന്നു ഈ ലയനം എന്നുള്ളത്. അന്ന് പിളർന്നൊരു ഭാഗം പോകുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിച്ചിട്ടാ താമസിയാതെ ബാക്കി കൂടെ അങ്ങ് പോകും. ഇപ്പോൾ ബാക്കി കൂടി NDA ക്യാമ്പിലേക്ക് ചെന്ന് കയറുകയാണ്. ഇനി NCP പ്രതിപക്ഷ നിരയിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ്. അത് പ്രതിപക്ഷ നിരയെ ചെറുതായിട്ടല്ല വിഷമിപ്പിക്കുന്നത്. കാരണം ശരത് പവാറിനെ പോലെ അത്രയും വലിയ നേതാവുള്ള തലയെടുപ്പുള്ളൊരു നേതാവിനെ പിളർത്തി അജിത് പവാർ പോകുമ്പോൾ അത്രയും ക്ഷീണിക്കുമെന്ന് ആരും കരുതിയില്ല. പക്ഷേ ഇപ്പോൾ ക്ഷീണം മാത്രമല്ല ഉള്ളതും പോവാൻ പോവാം.